നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കറ്റാണ്. റീഡേഴ്സ് അഡ്വക്കറ്റിന് ഒരു ഇടവേള ഉണ്ടായി. ഇടവേളയെ തുടർന്ന് പല ആളുകളും റീഡേഴ്സ് അഡ്വക്കറ്റ് എവിടെ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും സ്നേഹാന്വേഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി വലിയ ഇടവേളകൾ വരാതെ ശ്രദ്ധിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് പത്രങ്ങളിൽ നിറയെ ഉള്ളത്. എല്ലാവിധത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് മലയാളി കടന്നിരിക്കുന്നു. ഇന്ത്യ ആകെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ പ്രളയം തന്നെ പത്രങ്ങളിലുണ്ട്. അതുകൊണ്ട് മറ്റ് വാർത്തകളുടെ ഛായ പോലും തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് മാറി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ളത് തന്നെയായ ഒരു വാർത്ത മാതൃഭൂമി ഇന്ന് ലീഡ് നൽകിയിട്ടുണ്ട്. അത് നിരവധി നാളുകളായി 5-8 വർഷമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ചരിത്രം മാറ്റി എഴുതുക എന്ന് പറയുന്ന പരിപാടി. സ്കൂളുകളിൽ NCERTയുടെ പുതിയ സിലബസ് പരിഷ്കരണത്തെക്കുറിച്ചുള്ളതാണ്. ചരിത്രം വീണ്ടും വെട്ടി എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത്. ആര്യന്മാർ കുടിയേറിയിട്ടുണ്ടോ എന്ന് പഠിക്കണം, അതുകൊണ്ട് ആര്യാധിനിവേശത്തെക്കുറിച്ചുള്ള പഠനം ഇനി സൂക്ഷിച്ചു മതി, അതങ്ങ് ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് NCERTയുടെ പുതിയ നീക്കം. ഇത് മാതൃഭൂമി പ്രാധാന്യത്തോടെ ലീഡായിട്ട് തന്നെ നൽകുന്നുണ്ട്. മറ്റു പത്രങ്ങൾ ഇത് കണ്ടമട്ട് നടിച്ചിട്ടില്ല, അറിയാത്തത് കൊണ്ടാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും വാർത്തയിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതിയാണ്. ജാതി എന്ന പ്രയോഗം തന്നെ ഇല്ലാതാക്കി സാമൂഹ്യ സാഹചര്യം എന്ന പ്രയോഗം വഴി ജാതിയെ പുനഃപ്രതിഷ്ഠിക്കുന്ന കാര്യം കൂടി കാണുന്നുണ്ട്. ഇതൊക്കെ സാധാരണയാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഗുണപരമായ പ്രത്യേകതയാണ് ജാതി. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് കൂടി ഇനി പഠിപ്പിക്കുമോ എന്ന് മാത്രമാണ് ഒരു ആശങ്ക. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. പിന്തുണ വേണ്ട എന്ന് SDPIയുടെ പിന്തുണ നിരസിച്ച കോൺഗ്രസിൻ്റെ നിലപാട് മംഗളം പത്രം ലീഡ് ചെയ്യുന്നു. UDFനെ പിന്തുണച്ച് വെട്ടിലായി SDPI എന്ന് സുപ്രഭാതം ഒരു അനുബന്ധ വാർത്ത നൽകുന്നു. രഹസ്യബാന്ധവം തുടരാൻ കോൺഗ്രസ് എന്നാണ് ദേശാഭിമാനി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നത്തെ കേരള കൗമുദിയുടെ 1-ാം പേജിൽ BJPയുമായി ബന്ധപ്പെട്ട് വളരെയധികം ചിന്തനീയമായ ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് പല ആളുകളും സംശയം ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ കേരള കൗമുദി കണ്ടാൽ നമ്മൾ അന്തിച്ചു പോകും. 1-ാം പേജിൽ രാജീവ് ചന്ദ്രശേഖരൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ചിത്രം, അദ്ദേഹത്തിനൊപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറും കൂടിയുണ്ട്. ആ ചിത്രം രാജീവും വിജയശങ്കരം എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി കൊടുത്തത് എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. ജയശങ്കറിനൊപ്പം പത്രിക നൽകാൻ എത്തിയപ്പോൾ TP ശ്രീനിവാസനും BJPയുടെ നേതാവ് TP ശ്രീനിവാസനും ഒപ്പമുണ്ട്. ഒപ്പം മറ്റൊരു വാർത്ത, ജനദ്രോഹ നയങ്ങൾ റദ്ദാക്കും എന്ന ദേശാഭിമാനി ലീഡാണ് തലക്കെട്ടോടുകൂടി നൽകിയിട്ടുള്ളത്. അത് CPMൻ്റെ പ്രകടന പത്രികയാണ്. ഈ പ്രകടന പത്രികയിലെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഗവർണർ നിയമനം മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയായിരിക്കും എന്നുള്ളൊരു നിർദ്ദേശമാണ്. അത് സംബന്ധിച്ച വാർത്ത മനോരമ അകത്ത പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. ഗവർണർ കെയർ ഓഫ് മുഖ്യമന്ത്രി എന്ന തലക്കെട്ടിലാണ് പ്രകടന പത്രികയുടെ വാർത്ത മനോരമ നൽകുന്നത്. ലീഗിൻ്റെ പതാക UDFൻ്റെ പ്രകടനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ച വാർത്ത, വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ലീഗ് പതാക പോക്കറ്റിൽ കൊണ്ട് നടക്കേണ്ട അവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട്. കോൺഗ്രസ് പതാകയും മുക്കിയത് BJPയെ ഭയന്ന് എന്നാണ്. ലീഗിൻ്റെ പതാകയ്ക്കൊപ്പം ഒരു പതാകയും വേണ്ട എന്ന് തീരുമാനിച്ചത് BJPയെ ഭയന്നാണെന്ന് ദേശാഭിമാനി പറയുന്നു. ശശി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് തലസ്ഥാനത്ത് നിന്നുള്ള മറ്റൊരു വാർത്ത NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതാണ്. ശശി തരൂർ അസൽ നായർ എന്ന് സുകുമാരൻ നായർ പറഞ്ഞതാണ്. ഒപ്പം അടുത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ചോദ്യം ആംഗ്യം ഒരു ചോദ്യമാക്കി ചിത്രമാക്കി നൽകുന്നുണ്ട്. അപ്പം ഞാനോ എന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ നിരവധിയുണ്ട്. ആറ്റിങ്ങിൽ നിന്ന് ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് രംഗം കീഴടക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് പോവുകയാണ്. ഓൻ നമ്മുടെ ആളാ, നായനാൾസ് AI അവതാർ ഗീവ്സ് CPM ജോയ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത നൽകുന്നു. ആറ്റിങ്ങലിൽ ജോയിക്ക് വേണ്ടി LDFൻ്റെ സ്ഥാനാർത്ഥി ജോയിക്ക് വേണ്ടി നായനാരുടെ AI വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. അത് സംബന്ധിച്ച വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നത്. പരസ്പരം മത്സരിച്ച് ഇന്ത്യ മുന്നണി എന്ന് സുപ്രഭാതം ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട്. കേരളം, ബംഗാൾ, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ കേരളത്തിൽ കോൺഗ്രസും CPM മത്സരിക്കുന്ന പോലെ പരസ്പരം മത്സരിക്കുകയാണ് എന്നും ഇത് ഇന്ത്യ മുന്നണിക്ക് ദോഷം ചെയ്യും എന്നുമാണ് സുപ്രഭാതത്തിൻ്റെ വാർത്ത നൽകുന്ന സൂചന. രാഹുലിനോടും പ്രിയങ്കയോടും അമേഠി തീരുമാനം പറയൂ എന്ന് പറയുന്ന വാർത്ത മനോരമ നൽകുന്നുണ്ട്. ഇവിടെ ഒന്ന് മത്സരിക്കാൻ വരൂ എന്നാണ് അമേഠി സ്വാഗതം ചെയ്യുന്നത്. മനോരമ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു 3-ാമത്തെ വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി. പക്ഷേ രാഹുൽ പ്രിയങ്ക മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ പോയി തോറ്റു പിന്മാറേണ്ടി വരുമോ എന്നുള്ള ഭീതി കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും മനോരമ ഇന്നും വാർത്ത കൊടുത്തിട്ടുണ്ട്. അതേസമയം അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ഒരാൾ
സോണിയാഗാന്ധിയുടെ കുടുംബത്തിലുണ്ട്. അത് സാക്ഷാൽ റോബർട്ട് വദ്രയാണ്, പ്രിയങ്കയുടെ ഭർത്താവാണ്. എനിക്ക് അമേഠി തരൂ എന്ന് റോബർട്ട് വദ്ര പറയുന്നത് മാതൃഭൂമി വാർത്തയായി നൽകുന്നുമുണ്ട്. കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു റോബർട്ട് വദ്ര, അദ്ദേഹത്തിൻ്റെ കമ്പനി, അദ്ദേഹത്തിൻ്റെ അഴിമതി ഒക്കെ. എന്നാൽ ഇനി വീണ്ടും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ കൊടുത്ത് അത് തൽക്കാലം ഒതുക്കി വെച്ചു എന്നാണ് നമ്മൾ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി വീണ്ടും റോബർട്ട് വദ്ര അവിടെ മത്സരിക്കാഞ്ഞിട്ടതിൻ്റെ കുറവേ ഉള്ളൂ ഇന്ത്യക്ക് ഭരണം കിട്ടാൻ വേണ്ടി. സോണിയാഗാന്ധി MP ആയി, രാജ്യസഭ MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത വാർത്താ പത്രങ്ങളുണ്ട്. വീക്ഷണം 1-ാം പേജിൽ റോബർട്ട് വദ്ര ഉൾപ്പെടെ ഖാർഗെയും അടക്കമുള്ള ചിത്രവും നൽകുന്നുണ്ട്. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കാനുള്ള ഹർജി കോടതിയിലേക്ക് വീണ്ടും എത്തി. കെജ്രിവാൾ തുടരും എന്ന് സുപ്രഭാതം ലീഡ് വാർത്ത ഇത് സംബന്ധിച്ച കോടതിയുടെ വിധി ഉദ്ധരിച്ച് നൽകുന്നു. ജയിലിൽ നിന്ന് കെജ്രിവാൾ നൽകുന്ന നിർദ്ദേശവും വാർത്തകൾക്കൊപ്പം നൽകുന്നു. MLA-മാർ മണ്ഡലങ്ങൾ സന്ദർശിക്കണം എന്ന് ജയിലിൽ നിന്ന് കെജ്രിവാൾ. ഇനി ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഹർജി നൽകിയ ആളെക്കുറിച്ചുള്ള ഒരു വാർത്ത ഉണ്ട്. ഹർജിക്കാരൻ കേരള ഹൗസിൽ ആക്രമണം നടത്തിയ തീവ്രവാദി വിഷ്ണു ഗുപ്തയാണ് എന്നതാണ് വാർത്ത. 2015 ഒക്ടോബറിൽ മാംസാഹാരം വിളമ്പുന്നു എന്നാരോപിച്ച് കേരള ഹൗസിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയ കേസിനെ കുറിച്ചുള്ള വാർത്ത. ഇദ്ദേഹമാണ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആൾ, ഹർജി കൊടുത്ത ആൾ. തൃശ്ശൂരിൽ EDയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കലക്കുന്നുണ്ട്. PK ബിജുവിനെ ചോദ്യം ചെയ്തു. മാധ്യമം 1-ാം പേജിൽ വാർത്ത നൽകുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് 8 മണിക്കൂർ ചോദ്യം ചെയ്യലാണ് നടന്നത്. ഇത് സംബന്ധിച്ച് ജന്മഭൂമി ലീഡ് വാർത്ത നൽകുന്നുണ്ട്. പാർട്ടിക്കെല്ലാം അറിയാമായിരുന്നു എന്ന PK ബിജുവിൻ്റെ മൊഴിയാണ് ജന്മഭൂമി വാർത്ത നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കരുവന്നൂർ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് EDയുടെ പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. CPM-ന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ല എന്ന് പിണറായി പറഞ്ഞ വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. ED നടത്തുന്നത് ബോധപൂർവമുള്ള അന്വേഷണമാണ് എന്നതാണ് പിണറായിയുടെ വ്യാഖ്യാനം. കുഴൽനാടൻ മലക്കം മറിഞ്ഞു, കേസ് കോടതി എടുത്താൽ മതി എന്നൊരു വാർത്ത മംഗളം 1-ാം പേജിൽ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ ഹൈക്കോടതിയിൽ കുഴൽനാടൻ മലക്കം മറിഞ്ഞ വാർത്തയാണ് കൊടുക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് നഷ്ടക്കമ്പനികളിൽ നിന്ന് 432.2 കോടി BJPക്ക് ലഭിച്ചു എന്ന് ജനയുഗം അതീവ ഗൗരവമുള്ളൊരു വാർത്ത നൽകുന്നു. എല്ലാം കള്ളപ്പണമാണെന്ന് വിലയിരുത്തൽ ഉണ്ടെന്ന് വാർത്ത വിശദീകരിക്കുന്നു. 33 സ്ഥാപനങ്ങൾ ആകെ കൈമാറിയത് 576.2 കോടി എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നു. തൽക്കാലം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണമില്ല എന്നൊരാശ്വാസ വാർത്ത മാധ്യമം ലീഡ് തന്നെ നൽകുന്നു. നോ നീഡ് ഫോർ മോർ ടോക്സ് ഓൺ റിസോൾവ്ഡ് കച്ചത്തീവ് ഇഷ്യൂ എന്ന് ശ്രീലങ്ക പറഞ്ഞ കാര്യം ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ടു റെക്കോർഡ് പാരൻസ് റിലീജിയൻ ടു രജിസ്റ്റർ ബർത്ത് എന്ന് ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നുണ്ട്. കുട്ടികൾ ജനിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ മതം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. നിലവിൽ കുട്ടിയുടെ കുടുംബത്തിൻ്റെ മതമാണ് രേഖപ്പെടുത്തുന്നത്, വ്യക്തിപരമായി രേഖപ്പെടുത്താറില്ല. എന്നാൽ NPRന് മുന്നോടിയായുള്ള നീക്കമാണ് പുതിയ ചട്ടത്തിൻ്റെ പിന്നിൽ എന്നാണ് ഹിന്ദു വാർത്ത വിശദീകരിക്കുന്നത്. അതേസമയം മനോരമയുടെ ഒരു ലീഡ് വാർത്ത ഗൗരവതരമാണ്. തോൽപ്പിക്കാൻ സർക്കാർ വാശി എന്നതാണ് ലീഡിൻ്റെ തലക്കെട്ട്. പീഡിപ്പിക്കപ്പെട്ട നഴ്സിനെ പിന്തുണച്ച യുവതിക്ക് 4-ാം ദിവസവും നിയമനം ലഭിക്കാത്ത വാർത്ത ആണിന്ന് ലീഡായി നൽകുന്നത്. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എല്ലാ ദിവസവും വരും. നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.